ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഓണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ വീഡിയോയ്ക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ അത് ബെൽ ബട്ടനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ പുതുതായിട്ടൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ എന്നോട് ചോദിച്ചായിരുന്നു എൻ്റെ മുടിക്ക് ഉള്ളു കുറഞ്ഞതിന് ഞാൻ ഉള്ളാകാൻ വേണ്ടി ചെയ്യുന്ന ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിനകത്ത് എന്നോട് ആരാ അന്നിയിലാണോ അതോ ഹരിയാണോ അങ്ങനെ ഏതോ ഒരു ചേട്ടനോട് ചോദിച്ചായിരുന്നു ആണുങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. കാര്യം മുടി പൊഴിച്ച് പോകുന്നതിന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ആണെന്നോ പെണ്ണെന്നോ ഒന്നും വ്യത്യാസമില്ല. മുടി പൊഴിച്ചലിന് നല്ലൊരു ഇതാണ്. പ്രത്യേകിച്ച് ഒത്തിരി മുടിയൊക്കെ ആണുങ്ങൾക്കാണെങ്കിലും മുടിയൊക്കെ നല്ലപോലെ പൊഴിയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം കേട്ടോ. കൊച്ചു പിള്ളേർക്കും ഉപയോഗിക്കാൻ കൊള്ളാം. ചെറുതെന്നോ വലുതെന്നോ അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല ഒരു പാക്കിന്. അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിനൊരു കുഴപ്പമില്ലാത്തതാണ്, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ നീരിറക്കവും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്തൂടെ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് യാതൊരു പ്രശ്നവും വരത്തില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കാര്യങ്ങൾ പറയാം. ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പേരി വറുക്കാനായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഓണം ആയിക്കഴിഞ്ഞാൽ ഉപ്പേരി വറുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഉപ്പേരി വീട്ടിൽ മേടിക്കുന്നതിനേക്കാൾ ഇതായിട്ട് ഞാനിവിടെ ചേട്ടൻ്റെ അമ്മ നേരത്തെ തൊട്ടിങ്ങനെ അമ്മ ഒത്തിരി ഉണ്ടാക്കും കേട്ടോ. ഒത്തിരി സാധനങ്ങൾ അമ്മ ഉണ്ടാക്കും. അമ്മ ഇത് എത്ര വയ്യെന്ന് പറഞ്ഞാലും അമ്മ അതെല്ലാം ഉണ്ടാക്കുമായിരുന്നു ഓണത്തിന്. അപ്പം അതേ രീതി തന്നെ അപ്പം ഇവർ കുഞ്ഞിലേ കണ്ടു തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ചേട്ടനും നിർബന്ധമാണ് ഓണത്തിന് ഉപ്പേരി വീട്ടിൽ വറുക്കുക എന്നുള്ളത്. അത് കടയിൽ ഇപ്പം മേടിക്കാൻ കിട്ടും. ഇപ്പം എല്ലാവരും എളുപ്പത്തിന് കടയിൽ നിന്നാണ് മേടിക്കുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ വറക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഉപ്പേരി മാത്രമേ വറക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത് നമുക്ക് വിറകില്ല ഇവിടെ. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ വിറകുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടുപ്പ വെച്ച് ഇഷ്ടം പോലെ സമയം എടുത്ത് നമുക്കതെല്ലാം ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. ഈ പ്രാവശ്യം ഗ്യാസെല്ലാം വറുത്തേക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ വിറക് അത് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തന്നെയല്ല ഞാൻ പറഞ്ഞില്ല എന്നാലും എൻ്റെ കാലിൽ ആ ഒരു ഇത് പറ്റിയതിന് ശേഷം ഉണ്ടല്ലോ കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും മുട്ടിട്ട് ചെറിയൊരു വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ബാക്കിയുള്ളതൊക്കെ കളയെടുക്കാൻ ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഉപ്പേരി അതെൻ്റെ പഴയ വീഡിയോയിലുണ്ട്. മിക്സർ, പിന്നെ പക്കാവട, നുറുക്ക്, അച്ചപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ കളിയടയ്ക്ക ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. ചക്രവട്ടി അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. എനിക്കൊരു സന്തോഷം കേട്ടോ അതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ ഉണ്ടാക്കാന്നുള്ള പ്രത്യേക ഒരു സന്തോഷമാണ്. എനിക്ക് മടിയൊന്നുമില്ല അങ്ങനെ ഉണ്ടാക്കുന്നതിന്. യാതൊരു മടിയില്ല. ഇവിടെ പിള്ളേർ ഞാൻ വറുത്ത് വെക്കുമ്പോൾ തൊട്ട് ഒരു വാരിക്കൊണ്ട് പോകാൻ തുടങ്ങും. അതൊക്കെ രസമല്ലേ. പിള്ളേരൊക്കെ എത്ര വളർന്നാലും ഈ അടുക്കളയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ കുഞ്ഞിലെ മുതൽ ഇവരിങ്ങനെ കേട്ടോ. ഞാൻ എന്നിലൊക്കെ കണ്ണനായിരുന്നു കുഞ്ഞിലെ കൂടുതലും. എന്നിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വന്ന് വാരിക്കൊണ്ട് പോക്ക്. ഇപ്പം അത് അച്ചു കേട്ടിട്ടേക്കാണ്. അപ്പം അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പം എല്ലാവരും ഉപ്പേരിയൊക്കെ വറുത്ത് തുടങ്ങിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരും ഒക്കെ തുടങ്ങി കാണുമെന്ന് വെച്ചാൽ ഓണത്തിന് നേരത്തെയൊക്കെ തന്നെ ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓണത്തിന് തലേദിവസം നമ്മളിതെല്ലാം കൂടെ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജയചേച്ചിയുടെ വീഡിയോ പറഞ്ഞു പിന്നെ ഉത്രാടത്തിന് ഉച്ച തിരിയുമ്പം അച്ചിമാർക്ക് ഓട്ടപ്പാച്ചിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത്. അന്ന് പറയുന്ന പോലെയാണ്. അതെന്നു വെച്ചാൽ അന്നേരമാണ് എല്ലാവരും ഓരോന്നും ഉണ്ടാക്കാൻ എടുക്കാനൊക്കെ കിടന്ന് ഓട്ടമാണ്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഉപ്പേരി നമ്മൾ മിക്കവർക്കും വീട്ടിൽ വറക്കാൻ മടി എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ തൊലി പൊളിക്കുമ്പോൾ കൈ മുഴുവനും കറയാകും. ഭയങ്കരമായിട്ട് കറയാകും. നഖത്തിനിടയെല്ലാം കറുത്തിരിക്കും. അത് പിന്നെ 2-3 ദിവസം എടുക്കും കയ്യിൽ നിന്ന് പോകാനായിട്ട്. കൈയുടെ വെള്ളയിലും കൈയുടെ പുറത്തും എല്ലാം കറയാകും. പക്ഷെ അങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു ടിപ്സ് അതിനകത്ത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ നേരത്തെ എൻ്റെ പഴയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് പിന്നെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് വലിയ ഇതായി പോയില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ എത്ര കിലോ കാ വറുത്ത് ഇപ്പം എനിക്ക് 10 കിലോ കായാണ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. 10 കിലോ ഞാൻ തന്നെയാണ് പൊളിച്ചേക്കുന്നത്. അതൊരു ശകലം പോലും കാ പൊളിച്ചാന്ന് പോലും എൻ്റെ കൈ കണ്ടാൽ പറയത്തില്ല. അതുപോലെ കൈ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതെന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ കാ വറക്കൽ മാത്രമല്ല കേട്ടോ, ഒരു ലോഡ് ഇത് ചൂട നത്തോലി അത് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് മൊത്തം വെട്ടിയേച്ച് വേണം. കായെല്ലാം പൊളിച്ച് വെച്ചിട്ട് അത് വെട്ടിയിട്ട് വേണം എനിക്ക് വറക്കാനായിട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ കായൊക്കെ പൊളിക്കാനായിട്ട് തുടങ്ങുകയാണേ. കാ പൊളിക്കുമ്പോഴത്തേക്ക് കയ്യിൽ ശകലം പോലും കറയില്ലാതെ എങ്ങനെ കാ പൊളിക്കുക എന്നുള്ളത് അറിയാവുന്നവരൊക്കെ കാണുമായിരിക്കും. എങ്കിലും ഞാൻ ഒന്നും കൂടെ കാണിക്കുക. അറിയാൻ മേലാത്ത ആരെങ്കിലും അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ളതിൽ. പിന്നെ നമ്മൾ ഇത്
കാ പൊളിക്കുന്നതിന് ഇതുപോലൊരു പാത്രത്തിൽ ഇച്ചിരി ഉപ്പുനീരെടുക്കുക. ഉപ്പുനീരെടുത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച് കയ്യിൽ ഉപ്പുനീരല്ല ഉപ്പ് പൊടിയോ ഉപ്പ് കല്ലോ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ എടുക്കുക. എന്നിട്ട് കൈയുടെ ഇങ്ങനെ അകത്തും പുറത്തും എല്ലാം നല്ലപോലെ തേക്കുക. എന്നിട്ട് കാ എടുക്കുക. ഞാൻ കാ വറക്കാനായിട്ട് പൊളിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. തലയും വാലും ചെറുതായിട്ടൊന്ന് മുറിച്ച് കളയും. എന്നിട്ട് ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ തോടൊരു ശാലം ഇളക്കി വെച്ച് പിന്നെ ഇങ്ങനെ ഇളക്കി കളയുന്നത്. ഇത് നല്ലപോലെ വിളഞ്ഞ കായ കേട്ടോ, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പൊട്ട് കായണേ പറ്റത്തില്ല കേട്ടോ. ഇതുണ്ട് നല്ലപോലെ പൊളിഞ്ഞ് കിട്ടും. എന്നിട്ടിത് വെള്ളത്തിലോട്ടാണ് ഇടുന്നതിനെ, കറ അങ്ങ് പോകാനായിട്ട്. അല്ലേ കറയോടുകൂടി കായ എടുത്താണ്ടല്ലോ വറക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി കറുത്തിരിക്കും. ഇതുപോലെ ഇങ്ങനെ എടുത്ത് നമ്മുടെ കയ്യിൽ ഉപ്പുനീര് കാ പൊളിക്കുന്നതനുസരിച്ച് കുറയുമ്പം വീണ്ടും വീണ്ടും തേച്ച് കൊടുക്കുക. പിച്ചാത്തിയിലും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിച്ചാത്തി മുഴുവൻ ഒരുമാതിരി കറ പിടിച്ചിരിക്കും. പിന്നെ ഇതുപോലെ പെട്ടെന്ന് പൊളിച്ചെടുക്കാം. പെട്ടെന്ന് പൊളിച്ചെടുക്കാവേ. അങ്ങനെ ഞാനിത് മുഴുവനൊന്ന് പൊളിച്ചെടുക്കട്ടെ. നേരത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാട തൊലിയൊക്കെ എടുക്കാനായിട്ട് ആൾക്കാരൊക്കെ പോയി, പശുവൊക്കെ ഉള്ളവർ വരുമെന്ന് നമ്മളെടുത്ത് വെച്ചാൽ മതി, അവരെടുത്തുകൊണ്ട് പൊക്കോളും. നാടുമൊക്കെ ഉള്ളവർ. ഇപ്പോൾ പശുവുള്ള വീടുമില്ല, ആടുള്ള വീടുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ മൊത്തം കളയും. പിന്നെ കുറച്ച് തൊലി ഞാൻ ചിലപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമൊന്നുമില്ല, എന്നാലും എനിക്കിഷ്ടമാണ്. ഇതിൻ്റെ തൊലി തോരൻ വെക്കുന്നത് ഇഷ്ടമാണ്. ചിലപ്പോൾ എടുക്കും, ഇല്ലെങ്കിൽ മുഴുവനും വാഴയുടെയോ പ്ലാവിൻ്റെയോ ഒക്കെ ചൂട്ടിലോട്ടങ്ങ് പോത്തേ ഉള്ളൂ. അപ്പോൾ ഇത് പൊളിച്ചെടുത്തേച്ചിനി കൈ കാണാൻ നമ്മുടെ കയ്യിൽ കറ ഇതാകത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ 2 കാ പൊളിച്ചു. കൈ നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഉപ്പുനീര് പുരട്ടിയാൽ മതി. ഞാൻ ബാക്കി പൊളിച്ചാൽ നമ്മുടെ കൈ കറുത്തിരിക്കും ഇതെല്ലാം പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക്. ഈ കാ പൊളിക്കാനൊക്കെ എല്ലാവർക്കും മടി കൈ കറക്കുന്നതുകൊണ്ടാണ്. കാ മുഴുവനും പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. വേണ്ടേ, ഈ ഒരു പാത്രത്തിന് ഇത്രയും ഉണ്ടായിരുന്നു. എൻ്റെ കൈ കണ്ടോ, ശകലം പോലും കറയില്ല. കയ്യിലൊരു ശകലം ഇതിൻ്റെ അരക്ക് പോലെ ഉണ്ട്, അത് എണ്ണ കൊണ്ട് തൂക്കുമ്പോൾ അങ്ങ് പൊക്കോളും. അല്ലാതെ കയ്യിലൊരു ശകലം പോലും കറയില്ല. കണ്ടോ, വേണ്ട ഈ കൈ കൊണ്ട് ഞാൻ പൊളിച്ചത്. വേണ്ട ഈ കൊണ്ട് കണ്ടോ. ഞാൻ പറഞ്ഞേ, നമ്മളിങ്ങനെ ഉപ്പുനീര് കൊണ്ട് ചെയ്താൽ ഒട്ടും കയ്യിൽ കറ പിടിക്കത്തില്ല. ഇതുണ്ടോ, ശകലം പോലും കറ കയ്യെ പറ്റിയിട്ടില്ല, ഇച്ചിരി പോലും. ഇനി ഇത് കണ്ട ചാരും പറയില്ലേ കൈ ദണ്ട ചേർത്ത് പിടിച്ച് കാണിച്ചില്ല, കയ്യെ കറയുണ്ടെന്ന്. കണ്ട് ഈ കൈ കൊണ്ടായിരുന്നു ഞാൻ തൊലി മൊത്തം പൊളിച്ചത്. മുഴുവനും പൊളിച്ചെല്ലാം കഴിഞ്ഞു. ഇനി അവിടെ കുറച്ച് കറ കിടപ്പുണ്ട്, ഇത് കണ്ടോ. അതിനിപ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്കും അങ്ങ് പൊക്കോളും. അന്നേരം ഞാനിത് പറിച്ച് വന്നപ്പോഴത്തേക്കും അത് പൊളിച്ച് വന്നപ്പോഴത്തേക്കും മഴ വന്നു കേട്ടോ. ഇപ്പം അത് എന്നിട്ട് അങ്ങ് തോർന്നു, പിന്നെ അടുത്ത മഴ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇനി കഴുകി ഒരു പാത്രത്തിലോട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി എടുത്ത് വെക്കട്ടെ. അടുക്കളയിലെ ഉച്ചയ്ക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് കാ വറക്കാനായിട്ട് തുടങ്ങുവാണ്. ഞാനിനി കാ വറക്കട്ടെ. തൊട്ടപ്പുറത്തെ പറമ്പിൽ കാട് തെളിക്കാൻ മെഷീൻ വെച്ച് അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 കവർ എണ്ണ എടുക്കുന്നുണ്ടേ.
എണ്ണ കൂടുതൽ എടുക്കാൻ കണ്ടില്ല, പെട്ടെന്ന് വറുത്ത് കഴിയും. ഇച്ചിരി എണ്ണയ്ക്കകത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ചെയ്തിരിക്കുമ്പോഴല്ലോ സമയം പോകും, പണിയും കൂടും. പിന്നെ നല്ല മഴയാണ് വെളിയിൽ, മഴയുടെ സൗണ്ടും മഴ പെയ്യുമ്പോൾ മിഷൻ നിർത്തും. ഞാൻ ഈ ഗ്യാസ് വെച്ച് സാധാരണ ഉപ്പേരി ഒന്നും അങ്ങനെ വറക്കാറില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഇച്ചിരി വിറകേലും കാണും. പക്ഷേ ഈ പ്രാവശ്യം വിറകില്ല, ഒട്ടുമില്ല. വിറകില്ലാതെ ഞാൻ എന്നാ ചെയ്യും? അതുകൊണ്ട് ഉപ്പേരി വറക്കാനായിട്ട് ഗ്യാസല്ല വെച്ചേക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിനു വേണ്ടി ഒരു ഉപ്പേരി കാര്യം ഒരു ശകലം അരിഞ്ഞത് ഇട്ട് നോക്കി. എണ്ണ ചൂടായോ ഇല്ലെന്ന്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനി എടുത്തേച്ച് ബാക്കി അരിഞ്ഞില്ലെങ്കിൽ അതിനകത്ത് കരിഞ്ഞ് കിടക്കും. എണ്ണ നല്ലപോലെ ചൂടായി. അപ്പം ഞാൻ കട്ടറയിലോട്ട് വെച്ചിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അരിഞ്ഞ് വെച്ചേച്ചല്ല എടുക്കുന്നത്, കട്ടറയിലോട്ട് ഇട്ട് കനം കുറച്ചാണ് അരിയുന്നത്. എണ്ണയ്ക്കകത്തോട്ട് അന്നേരം അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പുറത്തെ പറമ്പിൽ മെഷീൻ കൊണ്ട് അടിക്കുന്നതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പം മഴ പെയ്യുമ്പോൾ മെഷീൻ്റെ സൗണ്ട് നിൽക്കും, മഴ തോരുമ്പോൾ മെഷീൻ്റെ സൗണ്ട് തുടങ്ങും. അതുകൊണ്ട് ഞാനടുത്തങ്ങ് മൂട്ടാക്കിയൊക്കെ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനത് വോയിസ് കൊടുത്തേക്കെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ ഉപ്പേരിയെല്ലാം ഞാനിങ്ങനെ അരിഞ്ഞിട്ടുണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് നല്ല മൂർച്ചയുള്ള കട്ടറാണ്. ഇപ്പോൾ ഇത് കുറേ വർഷമായിക്കൊണ്ട് ഞാൻ ഈ കട്ടറിലാണ് അരിയുന്നത്. അപ്പം ഇതിങ്ങനെ അരിയുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ നല്ലപോലെ തിളച്ചിറക്കുന്നുണ്ട്, കയ്യിലോട്ട് ഒന്ന് ചൂടടിക്കും കേട്ടോ. ആവി ഇങ്ങനെ വന്നടിക്കും. ആദ്യമേ കുഴപ്പമില്ല, കുറേ കായ അങ്ങോട്ട് നമ്മൾ അരിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ തിളയ്ക്കുന്നതനുസരിച്ച് ആവി വന്നടിക്കും. അതുവരും ഞാൻ വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഊതുമില്ല, നമ്മൾ ഈ ചോറൊക്കെ ഊറ്റുമ്പോഴത്തേക്ക് ഇങ്ങനെ ഊതില്ലേ, കയ്യിലോട്ട് ആവി അടിക്കരിക്കട്ടെ, അങ്ങനെ ഊതി കൊടുത്താൽ മതി, അതങ്ങ് പൊക്കോളും. നമ്മൾ അങ്ങനെ ഇതാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ കട്ട പിടിച്ചിരിക്കത്തില്ല. ഞാൻ അല്ലാതെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചേച്ചൊക്കെ വറുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഒന്നത്തേൽ ഒട്ടി ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങ് കട്ടയായിട്ട് കിടക്കും. പക്ഷേ ഇവിടെ ചേട്ടൻ്റെ അമ്മ ഇങ്ങനെ അരിഞ്ഞ് വെച്ചേച്ചാണ് വറക്കുന്നത്. പക്ഷേ ഒരെണ്ണം പോലും കട്ട കെട്ടത്തില്ല കേട്ടോ. എല്ലാം വിട്ടുവിട്ടിരിക്കുക. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അമ്മ ചെയ്യുന്നതിനെല്ലാം ഒരു പ്രത്യേകതയായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് തന്നെ അരിഞ്ഞിടുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ആദ്യമേ അങ്ങ് അരിഞ്ഞ് എണ്ണ കുറയുന്നതനുസരിച്ച് പിന്നെ അരിയലിൻ്റെ ഇത് കുറച്ച് കൊണ്ടുവരും. പിന്നെ ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ അരിഞ്ഞിടുമ്പോഴത്തേക്ക് എണ്ണ തെറിക്കും ചിലപ്പോൾ കയ്യിലേക്ക്. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല. ഞാൻ അടുപ്പേ വെച്ച് അരിഞ്ഞിടുന്ന സമയത്ത് അത് ഇച്ചിരി അകന്ന് നിന്ന്, ഇത് ഇച്ചിരി അടുത്ത് നിന്നായതുകൊണ്ട് എനിക്ക് അത്രയും കുഴപ്പമില്ല. താത്ത് എടുക്കാണ്ട് വെച്ച് ദൂരെ നിന്ന് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് എണ്ണ മേത്ത് കയ്യിലോട്ട് തെറിക്കാണ്ട്, കയ്യെ തുള്ളിയായിട്ട് തെറിച്ച് ഈ ഉപ്പേരിയൊക്കെ വറുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കയ്യിൽ ഒരുമാതിരി എന്നെ ഇങ്ങനെ ഈ പുള്ളിപ്പെട്ട് ഇങ്ങനെ ചുമന്ന് കിടക്കുക. അത് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ കറക്കും, അങ്ങനെ പൊള്ളുന്ന, അങ്ങനെയാണല്ലോ എണ്ണ തിരിച്ച് അങ്ങനെ വരാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും പറ്റിയില്ല കേട്ടോ. എല്ലാം നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റി. കുറേ നേരം നിന്ന് വറക്കേണ്ടി വന്നെങ്കിലും മനസ്സിനൊരു സന്തോഷമാണ് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഉപ്പേരി നമ്മളിങ്ങനെ ഇട്ടേച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ മൂത്തിരിക്കും, മേളിൽ മൂക്കാതിരിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നമ്മൾ അതിട്ടേച്ച് നമ്മുടെ ഓരോ പരിപാടിക്ക് വേറെ പോകാൻ പറ്റത്തില്ല കേട്ടോ. പോയി കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് എല്ലാം കരിഞ്ഞിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഗ്യാസ് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കങ്ങോട്ടൊരു മനസ്സിനൊരു തൃപ്തിക്കേടുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പേ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ ശീലിച്ചുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വിറകിനൊരു ഇതില്ല. ഗ്യാസൊക്കെ ആകുമ്പോഴത്തേക്ക് തീരുവോ അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടമ്മമാരെല്ലാം അങ്ങനെയാണല്ലോ. എന്നെപ്പോലുള്ള ഒത്തിരി പേര് കാണും ഗ്യാസിലൊക്കെ വെച്ച്. എനിക്ക് ഭയങ്കര മടിയാട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് ഗ്യാസിലൊക്കെ വെച്ച് ഉണ്ടാക്കിയൊക്കെ എടുക്കാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് വിറകാകുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സമാനക്കേടിൻ്റെ ഒരിതില്ല. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം വിറകൊക്കെ വെട്ടിയെല്ലാം എടുത്ത്, വിറകുണ്ട് പറമ്പിൽ നിൽപ്പുണ്ട്, വെട്ടിയെടുത്ത് വെക്കാത്തതിൻ്റെ കുഴപ്പമുള്ളൂ. അത് ഇനി ഈ പ്രാവശ്യം ഇതെല്ലാം ഒന്ന് വെട്ടിയൊക്കെ എടുത്തേക്കണം. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്കറിയാം കേട്ടോ, ആ മൂത്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ എണ്ണയിൽ നിന്ന് കോരി വേറെ പാത്രത്തിൽ എടുക്കുവാണ്. അപ്പോൾ പാത്രത്തിലോട്ട് ഇടുമ്പോഴും നമുക്കറിയാം നല്ല സൗണ്ടാണ് ആ പാത്രത്തോട്ട് വീഴുമ്പോഴത്തേക്ക്. അതിപ്പോൾ ആ വെളിയിലെ സൗണ്ട് കാരണമാണ് ഞാൻ ഈ സൗണ്ട് ഇതിനകത്തോട്ട് കേൾപ്പിക്കാത്തത്.
അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും അരിപ്പയുണ്ടെങ്കിൽ കോരിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. നേരത്തെ എൻ്റെ ഇരിക്കുന്ന ചെറിയ അരിപ്പുണ്ട്, അതേ എൻ്റെ കയ്യിലുള്ളായിരുന്നേ. അപ്പോൾ അതിനകത്ത് കുറേശ്ശെ കുറേശ്ശെ കോരി എടുക്കുമ്പോഴത്തേക്ക് ബാക്കി അടുപ്പയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഒന്നിച്ച് കോരി എടുക്കണം. ഗ്യാസാണെങ്കിൽ നമുക്ക് തീ കുറച്ചിടാം. അടുപ്പയിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ചൂടിലല്ലേ അത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് കോരി എടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പേരി ആദ്യത്തെ ട്രിപ്പ് വറുത്ത് എടുത്ത് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞേച്ച് ഇനി അത് ഉപ്പുനീര് പുരട്ടിയാണ് എടുക്കുന്നത്. ഉപ്പ് ചിലർ ഈ കാ വറക്കുമ്പോൾ ആ എണ്ണയ്ക്കകത്തിട്ട് ഉപ്പ് ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലർ ഉപ്പ് പുരട്ടി വറക്കുന്ന ശേഷം ഞാനിങ്ങനെയാണ് കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഇച്ചിരി ഉപ്പ് തളിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലിട്ടൊന്ന് കുടഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാ സൈഡിലോട്ടും കൂടെ ആയിക്കോളും. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഉപ്പിരുന്നിട്ട് പിന്നെ ഒരു പേപ്പറിലിട്ടാണ് ഇടുന്നത്. അപ്പം ഞാൻ ഈ പൊളിച്ചെടുത്ത സമയത്ത് വെള്ളത്തിൽ ഇട്ടില്ലായിരുന്നോ, അതിനകത്തൊരു ശകലം മഞ്ഞൾ പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇതിനും കായ്ക്ക് നല്ല കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ തീരെ കനം കുറച്ചാണ് ഇവർക്ക് വറക്കുന്നത് ഇഷ്ടം, ഒത്തിരി കട്ടി വറക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കഴിഞ്ഞു. എന്നിട്ട് അതിനി ഒന്ന് തണുക്കാൻ വേണ്ടി ഞാനൊന്ന് നിരത്തിയിടുവാണ്. തണുത്ത് കഴിയുമ്പോൾ ടിന്നിലേക്ക് എടുത്ത് വെക്കും. ഉപ്പേരി മുഴുവനും വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ടിന്ന് നിറച്ചും എടുത്ത് വെച്ചിട്ടുണ്ട്. ടിന്ന് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പം കാണിക്കാം. ഇത് കണ്ടോ, ഈ ഒരു ടിന്ന് നിറച്ചും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതേണ്ട ഈ ഒരു ടിന്നിലേക്കും ബാക്കിയുള്ളത് നിറയ്ക്കണം. അതുകൊണ്ട് നിറച്ച് വെച്ചാൽ ഇതെടുത്ത് മാറ്റി വെക്കാനായിട്ട്. ഇതിനി ഓണത്തിന് എടുക്കുകയുള്ളൂ. ഇത് പിന്നെ ഇവിടെ ഇടയ്ക്കൊക്കെ എടുത്ത് ഇവർക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. ഉപ്പേരി മുഴുവൻ വറുത്ത് കഴിഞ്ഞു. എൻ്റെ കൈ വേണ്ട നോക്കിക്കോ, ഒരു ശകലം പോലും കയ്യിൽ കറയില്ല, ഒട്ടുമില്ല കേട്ടോ. ഈ ഞാൻ കട്ടർ കൊണ്ട് അരിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ കാ പിടിക്കാതെ നമുക്ക് അരിയാൻ പറ്റത്തില്ലല്ലോ. ഇതുണ്ടോ, കൈയുടെ വെള്ളയിലോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഇപ്പുറത്തെ കൈയും അതുപോലെ തന്നെ ശകലം പോലും കറയില്ല. ഇത് കണ്ടോ, ഇച്ചിരി പോലും കറയില്ല. ഇനി ആരും പറയില്ല ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞേക്കല്ലേ. ഒരു തുള്ളി കറയില്ല കയ്യിൽ. കൈ നല്ല ക്ലീനായിട്ട്, കാ പൊളിച്ചാന്ന് പോലും പറയല്ല കൈ കണ്ടാൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.